Dear students, welcome to all. We are moving to the last session of our chapter Introduction to Publishing. കഴിഞ്ഞ രണ്ട് സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പബ്ലിഷിങ്ങിൻ്റെ ആദ്യത്തെ രണ്ട് സ്റ്റേജുകളാണ്, പ്രീ പ്രസ് ആൻഡ് പ്രിൻറ്റിങ്. അതിനെ ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ലേ ഔട്ട് ചെയ്തെടുക്കുന്നു. ഡിസൈൻ പ്രിൻസിപ്പിൾസും ഡിസൈൻ എലമെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ ഡോക്യുമെൻറ്റിനെ നമ്മൾ പ്രീ ഫ്ലൈറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. അതായത് ഈ പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും, അതിനകത്തുള്ള ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, അതുപോലെ മാർജിൻസ്, ക്രോപ്പ് മാർക്ക്, ബ്ലീഡ്സ് തുടങ്ങിയ എല്ലാ എലമെൻറ്റ്സും വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. ഈ സെക്കൻഡ് സ്റ്റേജും കടന്നു പോയാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൂഫ് റീഡിംഗ് എന്ന ആക്ടിവിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രിലിമിനറി വെർഷൻ പ്രിൻ്റ് ചെയ്തെടുക്കുന്നു, പ്രൂഫ് റീഡിംഗ് എന്ന പ്രോസസ്സിന് വിധേയമാക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് പ്രിൻ്ററിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് പേജസ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. അത് നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ബുക്കുകളോ മാഗസിൻസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലിത്തോഗ്രാഫിക് പ്രിൻറ്റിംഗ് അഥവാ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത പേജസ് നമ്മൾ ഫോൾഡ് ചെയ്ത്, അസംബിൾ ചെയ്ത്, ബൈൻഡ് ചെയ്ത്, കട്ട് ചെയ്ത്, ആർക്ക് കിട്ടിയാലും ഒന്ന് തുറന്നു നോക്കാൻ തോന്നത്തക്ക രീതിയിൽ ഒരു മനോഹരമായ സൃഷ്ടിയായി ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറയുന്ന ഫോൾഡിങ്, അസംബ്ലിങ്, ബൈൻഡിങ്, കട്ടിങ് എന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇതിനകത്തുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫോൾഡിങ്. നമുക്കറിയാലോ, നമ്മൾ കയ്യിൽ ഒരു ബുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു മാഗസിൻ കിട്ടിയാൽ അതിലെ പേജ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും. ന്യൂസ് പേപ്പറുകൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. ബ്രോഷറുകളാണെങ്കിൽ ഒന്നിലധികം ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഒരു ഇമ്പോസിഷൻ സ്കീം എന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലൊരു ബുക്ക് കിട്ടിയാൽ നമുക്ക് പേജ് 1, പേജ് 2, പേജ് 3 എന്ന ഓർഡറിലായിരിക്കും നമ്മളത് ഉപയോഗിക്കുക. പക്ഷേ ആക്ച്വലി അത് പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ ഈ പേജുകൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നത് ഇതേ ഓർഡറിലായിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേജ് നമ്പർ 1 തൊട്ടടുത്തല്ല പേജ് നമ്പർ 2 പ്ലേസ് ചെയ്തിരിക്കുന്നത്. 16 പേജുള്ള ഒരു ഡോക്യുമെൻറ്റിൻ്റെ 2 പാർട്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 2 പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാറ്ററാണ് കാണുന്നത്. പേജ് നമ്പർ 1 തൊട്ടടുത്തായിട്ട് പേജ് നമ്പർ 8ഉം പേജ് നമ്പർ 9ഉമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റ് പേജസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടല്ല അത് പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പേജസ് പ്രിൻ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പേജ് 1, പേജ് 2, പേജ് 3 എന്ന രീതിയിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇംപൊസിഷൻ സ്കീം അനുസരിച്ചാണ് ഒരു ഫോൾഡിംഗ് മെഷീൻ പേജസ് ഫോൾഡ് ചെയ്യുന്നത്. അവിടെ ഒരു മാനുവൽ ഇൻ്റർവെൻഷൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെ ഫോൾഡ് ചെയ്ത പേജസ് നെക്സ്റ്റ് അസംബ്ലിംഗ് എന്ന പ്രോസസ്സിന് വിധേയമാക്കും. ഇത് വളരെ സിമ്പിളാണ്. ഈ ഫോൾഡ് ചെയ്ത പേജസ് നമ്മൾ കൃത്യമായി ഓർഡറിൽ അടുക്കി വെക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ അടുക്കി വെച്ചാലാണ് നെക്സ്റ്റ് പ്രോസസ്സായിട്ടുള്ള ബൈൻഡിങ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അസംബ്ലിംഗ് നമുക്ക് 3 രീതിയിൽ ചെയ്യാം: മാനുവൽ, സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഫുള്ളി ഓട്ടോമാറ്റിക്. മാനുവലിൽ കംപ്ലീറ്റ് വർക്ക് മാനുവലായിട്ട് ചെയ്യണം. സെമി ഓട്ടോമാറ്റിക്കിൽ ചില വർക്കുകൾ മാനുവലായിട്ടും മറ്റ് ചില വർക്കുകൾ മെഷീൻ ബേസ്ഡും ചെയ്യും. ഫുള്ളി ഓട്ടോമാറ്റിക് അസംബ്ലിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് മെഷീൻ ബേസ്ഡ് ആയിട്ട് ചെയ്യും. മാനുവലായിട്ട് അതിനകത്ത് ഒരു ഇൻ്റർവെൻഷനും ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് പ്രസ്സിലെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ബൈൻഡിങ്. ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അസംബിൾ ചെയ്ത പേജസ് ബുക്കോ മാഗസിനോ ന്യൂസ് പേപ്പറോ ആയിട്ട് കമ്പൈൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. ബൈൻഡിങ് നമുക്ക് വ്യത്യസ്തമായ 4 രീതികളിൽ ചെയ്യാം. ഒന്ന് ഹാർഡ് കവർ ബൈൻഡിങ്, സ്പൈറൽ ബൈൻഡിങ്, തെർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ് ആൻഡ് സ്റ്റിച്ചഡ് ബൈൻഡിങ്. ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഹാർഡ് കവർ ബൈൻഡിങ് വളരെ സിമ്പിളാണ്. കനമുള്ള ഷീറ്റിനകത്ത് പേജസ് അടുക്കി വെച്ചിട്ട്
പശി ഒട്ടിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഹാർഡ് കവർ ബൈൻഡിങ്. മറ്റൊന്നാണ് സ്പൈറൽ ബൈൻഡിങ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ഒരു ബൈൻഡിങ് പ്രോസസ്സാണ് സ്പൈറൽ ബൈൻഡിങ്. പേജുകൾക്കരികിൽ ഹോൾസ് പഞ്ച് ചെയ്ത് അതിനകത്തുകൂടെ വയർ കോയിൽ കടത്തിവിട്ട് ചെയ്യുന്ന ഒരു ബൈൻഡിങ് പ്രോസസ്സാണ് സ്പൈറൽ ബൈൻഡിങ്. സ്ക്രീനിലേക്ക് നോക്കിയാൽ ഈ എല്ലാ ബൈൻഡിങ്ങും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ബൈൻഡിങ് പ്രോസസ്സാണ് തേർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ്. ഇവിടെ നമ്മൾ പേജസ് അടുക്കി വെച്ച് പശ തേച്ച് ഹീറ്റിൻ്റെ സഹായത്തോടെ പ്രഷർ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്ന പ്രോസസ്സാണ് തേർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ബൈൻഡിങ് ടെക്നിക്കാണ് തേർമലി ആക്ടിവേറ്റഡ് ബൈൻഡിങ്. മറ്റൊരു ബൈൻഡിങ് പ്രോസസ്സാണ് സ്റ്റിച്ചഡ് ബൈൻഡിങ്. ഇത് വളരെ സിമ്പിളാണ്. പേജസ് അടുക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെയുള്ളത്. പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റിയുടെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റിയാണ് കട്ടിങ്. നമുക്കറിയാം, പേജസ് ഫോൾഡ് ചെയ്ത് അസംബിൾ ചെയ്ത് ബൈൻഡ് ചെയ്ത ശേഷം അഡീഷണൽ ആയിട്ട് വരുന്ന പേജസിൻ്റെ ഏരിയ കട്ട് ചെയ്ത് കളയണം. നമ്മൾ ഡിസൈനിങ്ങിൻ്റെ പാർട്ടായിട്ട് പ്രീ ഫ്ലൈറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിരുന്നു ക്രോപ്പ് മാർക്സ്. ഈ ക്രോപ്പ് മാർക്ക് അനുസരിച്ച് പേജസിൻ്റെ ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് കളയുകയാണ് കട്ടിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് രീതികളിൽ ചെയ്യാം. മാനുവലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ബേസ്ഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധമുള്ള ഒരു സബ് ടോപ്പിക്കാണ് പെർഫറേഷൻ. പെർഫറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെക്ക് ലീഫിനകത്ത് അല്ലെങ്കിൽ റെസിപ്റ്റ് ബുക്കിനകത്ത് ഷീറ്റുകൾ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ സുഷിരങ്ങൾ നൽകിയിട്ടുണ്ടാവും. അങ്ങനെ നൽകുന്ന സുഷിരങ്ങളെയാണ് പെർഫറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം പ്രിൻറ്റ് മീഡിയ പബ്ലിഷിങ്ങിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രീ പ്രസ്, പ്രിൻറ്റിംഗ്, പോസ്റ്റ് പ്രസ്. ഇനി പ്രീ പ്രസ്സിൽ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടാം. വി കോൾ ഇറ്റ് DTP സോഫ്റ്റ്വെയർസ്. DTP സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് സ്ക്രൈബസ്, അഡോബി ഇൻഡിസൈൻ, ക്വാർക്ക് എക്സ്പ്രസ് തുടങ്ങിയവ. സ്ക്രൈബസ്, അഡോബി ഇൻഡിസൈൻ, ക്വാർക്ക് എക്സ്പ്രസ്. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഒരു DTP റിലേറ്റഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, ദാറ്റ് ഈസ് ലിബ്രെ ഓഫീസ് റൈറ്റർ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു DTP സോഫ്റ്റ്വെയർ ആണ്. ഇൻഡസ്ട്രിയൽ യൂസിന് ഉപയോഗിക്കാതെ അക്കാദമിക് പേർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു DTP സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. പ്രിൻറ്റ് മീഡിയ പബ്ലിഷിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സെഷൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, there are two types of publishing. One is print media publishing, then electronic publishing. വ്യത്യസ്ത തരത്തിലുള്ള മീഡിയകൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? വി ഹാവ് പ്രിൻറ്റ് മീഡിയ, വി ഹാവ് ഇലക്ട്രോണിക് മീഡിയ, വി ഹാവ് വിഷ്വൽ മീഡിയ അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള മീഡിയകളുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻറ്റ് മീഡിയ പബ്ലിഷിങ്ങും ഇലക്ട്രോണിക് പബ്ലിഷിങ്ങും. ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് ബേസ്ഡ് പബ്ലിഷിംഗ്. ഒരു പക്ഷേ പേപ്പർലെസ് പബ്ലിഷിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ന്യൂസ് പേപ്പറുകൾക്കും ഒരു ഓൺലൈൻ എഡിഷൻ ഉണ്ട്, ഒരു ഇൻ്റർനെറ്റ് എഡിഷൻ ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഒരു പക്ഷേ നാളെ നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പറുകളൊക്കെ അപ്രത്യക്ഷമാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അധികം പേരും ഇന്ന് ന്യൂസ് റീഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രോണിക് ബുക്സ്, ഡിജിറ്റൽ മാഗസിൻസ്, വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ്, ഡിജിറ്റൽ ലൈബ്രറീസ് തുടങ്ങിയവയെ നമുക്ക് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് വിളിക്കാം. ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്, ദ അതർ വൺ ഈസ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആദ്യം വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്താണെന്ന് നോക്കാം. വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ് തുടങ്ങി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയുള്ള പബ്ലിഷിങ്ങിനെയാണ് നമ്മൾ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വെബ്സൈറ്റും ബ്ലോഗും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊരു ചോദ്യം ഉണ്ടായിരിക്കാം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ വെബ്സൈറ്റും ബ്ലോഗും ഒരേ സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ ബ്ലോഗുകളും വെബ്സൈറ്റ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിനെ വെച്ച് പറയുകയാണെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം നമുക്ക് കാണാം.
ബ്ലോഗ്സ് പൊതുവെ ഒരു വ്യക്തി അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സ്പേസാണ്. ബ്ലോഗ്സ് പൊതുവെ ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സ്പേസാണ്. മറിച്ച് വെബ്സൈറ്റുകൾ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ, ഓർഗനൈസേഷൻസ് അവരുടെ ഇൻഫർമേഷൻ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിൽ ആദ്യത്തേത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഒരു സെർവറിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെർവറിന് ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ഒരു ഡൊമെയിൻ നെയിം ഉണ്ടായിരിക്കണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെബ്സൈറ്റിനകത്തുള്ള കണ്ടൻറ്റ് നമ്മൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് ദ കോണ്ടൻറ്റ്, സെക്കൻഡ് വൺ ഈസ് അപ്ലോഡ് ടു എ വെബ് സെർവർ, തേർഡ് വൺ ഈസ് അപ്ഡേറ്റ് ദ കോണ്ടൻറ്റ് ഇൻ ദ വെബ് സെർവർ. ഇങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില ടെക്നോളജീസ് അറിഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് HTML, ദെൻ CSS, PHP, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയവ. HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. CSS ഉപയോഗിച്ച് അതിൻ്റെ ലേ ഔട്ട് ചെയ്യും. പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, HTML-ഉം CSS-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. HTML കോണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ CSS ആ കോണ്ടൻറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതിൻ്റെ ലേ ഔട്ട് എങ്ങനെ ആയിരിക്കണം എന്ന കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. വെബ്സൈറ്റുകളിൽ ചില പ്രോഗ്രാമുകൾ ഉപയോഗിക്കാറുണ്ട്. വി കോൾ ഇറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. PHP, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് ഒരു വെബ്സൈറ്റിനെ നമ്മൾ ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. വെബ്സൈറ്റുകൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് wikipedia.org. ഒരു ഇലക്ട്രോണിക് എൻസൈക്ലോപീഡിയയാണ് വിക്കിപീഡിയ. അതുപോലെ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ നല്ല ബ്ലോഗിംഗ് സൈറ്റുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ wordpress.com, bloggers.com തുടങ്ങിയ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. വൺ ഈസ് വെബ് ബേസ്ഡ് പബ്ലിഷിംഗ്, ദ അതർ വൺ ഈസ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിന് എക്സാമ്പിൾസ് ആണ് വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ ബ്ലോഗുകൾ. ഇനി അതിലെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ഇലക്ട്രോണിക് ബുക്സ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കൊമേഴ്സ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്കിഷ്ടമുള്ള ബുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നൽകാം. ഇങ്ങനെ വെബ്സൈറ്റുകളിൽ നിന്നും ഡിജിറ്റൽ കോണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബുക്ക് റീഡർ. ഇൻ്റർനെറ്റിൽ നിന്നും നമുക്ക് ഡിജിറ്റൽ കോണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോണിക് ബുക്സ് വായിക്കാറുള്ളത്. പക്ഷേ ഈ മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനുമൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ബാക്ക് ലിറ്റ് ടെക്നോളജി കാരണം സ്ക്രീനിൽ നിന്നും വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക നേരം നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ബുക്ക് റീഡർ എന്ന ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മൊബൈൽ പോർട്ടബിൾ ഡിവൈസാണ്. മാത്രമല്ല ഇതിനകത്ത് ഫ്രണ്ട് ലിറ്റ് ടെക്നോളജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലിറ്റ് ടെക്നോളജി കാരണം സ്ക്രീനിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം പ്രസരിക്കുന്നതല്ല. അതുകൊണ്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അതുകൊണ്ട് നമുക്ക് കണ്ണിന് സ്ട്രെയിൻ അനുഭവപ്പെടാതെ സിമ്പിളായിട്ട് ഒരു സാധാരണ ബുക്ക് വായിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്ക് ബുക്ക് റീഡർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് കണ്ടൻറ്റ് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റ് 2 അഡ്വാൻറ്റേജസ്, ഒന്ന് സൺലൈറ്റിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബുക്ക് റീഡർ ഉപയോഗിക്കാം. ഒരു മൊബൈൽ ഫോണിലെ കണ്ടൻറ്റ് നമുക്ക് സൂര്യപ്രകാശത്തിൽ വെച്ച് വായിക്കാൻ സാധിക്കുകയില്ല.
മറിച്ച് ഈ ബുക്ക് റീഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു പ്രയാസവുമില്ലാതെ അതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ബുക്ക് റീഡറിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിൻ്റെ ബാറ്ററി ലൈഫാണ്. മൊബൈൽ ഫോണിനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതൽ നമുക്ക് ഈ ബുക്ക് റീഡർ റീചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിൽ നമുക്ക് വ്യത്യസ്തമായ കമ്പനികളുടെ ഈ ബുക്ക് റീഡേഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ബുക്ക് റീഡേഴ്സാണ് ആമസോൺ കിൻഡിൽ, ആപ്പിൾ ഐപാഡ്, ബേൺസ് ആൻഡ് നോബിൾ നോക്ക് തുടങ്ങിയവ. ഈ ബുക്ക് റീഡേഴ്സിൽ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഇലക്ട്രോണിക് ബുക്സ് ഡൗൺലോഡ് ചെയ്യുകയും ഈ ബുക്ക് റീഡേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഇലക്ട്രോണിക് കണ്ടൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുകയും ആവശ്യാനുസരണം വായിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ബുക്ക് റീഡേഴ്സിൻ്റെ ഫയൽ ഫോർമാറ്റുകളെ പരിചയപ്പെടാം. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റാണ് PDF, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഏത് ഡിവൈസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് അഥവാ PDF ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. വി കോൾ ദം PDF റീഡേഴ്സ്. അഡോബി റീഡർ, നിട്രോ PDF, OpenOffice.org തുടങ്ങിയ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് PDF ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ഇ ബുക്ക് റീഡർ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള നേറ്റീവ് ഫയൽ ഫോർമാറ്റുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി ആമസോൺ കിൻഡിലിന് കിൻഡിൽ ഫയൽ ഫോർമാറ്റ്, ആപ്പിൾ ഐപാഡിന് ഐബുക്ക് ഫോർമാറ്റ് തുടങ്ങിയവ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിഷിംഗ് എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 3 സെഷനുകളിലായിട്ട് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പബ്ലിഷിംഗ് ടെക്നോളജീസാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ പ്രിൻ്റ് മീഡിയ പബ്ലിഷിംഗ്, ഇലക്ട്രോണിക് പബ്ലിഷിംഗ് തുടങ്ങിയവ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ്. എഡിറ്റേഴ്സ്, പ്രൂഫ് റീഡേഴ്സ്, ഇല്ലസ്ട്രേറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ആർട്ടിസ്റ്റ് തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി. പക്ഷേ അതിനാവശ്യമായ സ്കില്ല് ഉണ്ടായിരിക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ്. വെർബൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുക എന്നുള്ളത്. പബ്ലിഷിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതിലുപയോഗിക്കുന്ന ടെക്നോളജീസ്, അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ്, അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾക്കപ്പുറം പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് എന്ന കാര്യം നമ്മൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യുന്നത്.
ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ഡിഫറെൻറ്റ് പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ്? വാട്ട് ആർ ഡിഫറെൻറ്റ് പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ്? Question number 2. What is meant by imposition scheme? What is meant by imposition scheme? Question number 3. What are different types of binding techniques? What are different types of binding techniques? Question number 4. What is electronic publishing? What is electronic publishing? Question number 5. What are the different types of electronic publishing? What are the different types of electronic publishing? Question number 6. Write an example of a popular blog for publishing. Write an example for a popular blog for publishing. Question number 7. What's the use of an e-book reader? What's the use of an e-book reader? Question number 8. List 2 examples for PDF readers. List 2 examples for PDF readers. Question number 9. You have written a story in English and you wish to publish it electronically. Which type of publishing would you prefer and why? You have written a story in English and you wish to publish it electronically. Which type of publishing would you prefer and why? Question number 10. Vimala has an electronic reader and a mobile phone with a large screen. Which device will be better for reading while traveling and why? Vimala has an electronic book reader and has a mobile phone with a large screen. Which device will be better for reading while traveling and why? ഇത് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.